ഹേയ് ഫ്രണ്ട്സ്, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ സ്പോട്ടിഫൈ പ്രീമിയം അതോടൊപ്പം തന്നെ യൂട്യൂബ് പ്രീമിയം നമ്മുടെ സ്വിഗ്ഗി ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. സോ നമുക്ക് എന്തായാലും ഇപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈലിലുള്ള സ്വിഗ്ഗി ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സോ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കോർണറിലായിട്ട് നിങ്ങൾക്കൊരു പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങളവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ സ്വിഗ്ഗി വൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. മേളിൽ നിങ്ങളുടെ അവിടെ ഒന്നുകൂടെ ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ജോയിൻ സ്വിഗ്ഗി വൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ എനേബിൾ ആയി കിട്ടുന്നതായിരിക്കും. നിങ്ങൾ അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 1 മന്തിലത്തേക്ക് ജസ്റ്റ് 1 റുപ്പീസിനൊന്ന് പർച്ചേസ് ചെയ്യാൻ കാണിക്കും. നിങ്ങളുടെ കയ്യിലുള്ളൊരു UPI ആപ്പ് വെച്ച് അതൊന്ന് പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്കിവിടെ ഏത് UPI ആപ്ലിക്കേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള എല്ലാ UPI ആപ്ലിക്കേഷനും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എന്തായാലും എൻ്റെ കയ്യിലുള്ളൊരു വാലറ്റ് യൂസ് ചെയ്താണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. ജസ്റ്റ് 1 റുപ്പീസ് മാത്രമാണ് 3 മാസത്തേക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചാർജ് ആവുന്നത്. സോ ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ചിലവർക്ക് ഇത് 2-3 രൂപയൊക്കെ ആയിരിക്കും ഈ 1 രൂപയ്ക്ക് വരെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതെന്തായാലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഒരു പേജ് ആയിരിക്കും ലോഡായി വരുന്നത്. അവിടെ നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഒരുപാടധികം പ്രീമിയത്തിൻ്റെ ഓപ്ഷൻസ് കാണാം. അവിടെ നിങ്ങൾക്ക് യൂട്യൂബും കാണാം, അതോടൊപ്പം തന്നെ സ്പോട്ടിഫൈയും കാണാം. നിങ്ങൾ ജസ്റ്റ് സ്പോട്ടിഫൈയുടെ മണ്ടയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ റെഡീം ദിസ് ഓഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. നിങ്ങൾ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം 3 മാസത്തേക്ക് നമുക്ക് സ്പോട്ടിഫൈ ഫ്രീ ആയിട്ട് ഒരു ട്രയൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ട്രിക്ക് സ്റ്റാർട്ട് ആവുന്നത്. സോ ബാക്കിയുള്ള സ്റ്റെപ്സൊക്കെ നിങ്ങൾക്ക് വേറൊരു ഫോണിലെ റെക്കോർഡിങ് ഞാൻ കാണിച്ചു തരാം. എങ്കിൽ മാത്രം നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ ആ സ്റ്റാർട്ട് ഫ്രീ ട്രയൽ ഞെക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കണക്കൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അവിടെ നിങ്ങൾ സൈൻ അപ്പ് ഫോർ സ്പോട്ടിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇതുവരെ സ്പോട്ടിഫൈയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ഒരു ഇമെയിൽ അവിടെ കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഇതുവരെ സ്പോട്ടിഫൈയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ഒരു ഇമെയിൽ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കണക്ക് നിങ്ങളും ഇതുവരെ അക്കൗണ്ടൊന്നും ക്രിയേറ്റ് ചെയ്യാത്ത ഒരു ഇമെയിൽ കൊടുക്കുക. എന്നിട്ട് ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ഡേറ്റ് ഓഫ് ബർത്ത് നെയിമൊക്കെ കൊടുക്കാൻ കാണിക്കും. അപ്പോൾ നിങ്ങൾ റാൻഡമായിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ മാക്സിമം 2008 പുറന്നോട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാൻ നോക്കുക. എങ്കിൽ മാത്രമേ ചിലപ്പോൾ ഈ ഒരു അക്കൗണ്ട് ക്രിയേഷൻ കറക്റ്റായിട്ട് വർക്ക് ആകത്തുള്ളൂ. അതിനുശേഷം ഇതാണ് ടേംസ് ആൻഡ് പോളിസി കാണിക്കും. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് അഗ്രി ചെയ്ത് കൊടുക്കുക. അഗ്രി ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ സ്റ്റേറ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. കേരള കൊടുക്കുക. ഇവിടെ ഞാനിപ്പോൾ കേരളയാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ സ്റ്റേറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ UPI പേയ്മെൻറ്റ്സ് നോക്കുമ്പോൾ അവിടെ ഗൂഗിൾ പേ, Paytm, അതോടൊപ്പം തന്നെ ഫോൺ പേ ഒക്കെ കാണും. അപ്പോൾ നിങ്ങൾ അതിൽ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ് പർച്ചേസ് കൊടുക്കുക. അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് കണക്ക് ഒരു എറർ പേജ് ആയിരിക്കും ലോഡായി വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്ന ആൾക്കാർ ജസ്റ്റ് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് അതിനകത്ത് ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ UPI, എൻ്റർ യുവർ UPI ID എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അവിടെ നിങ്ങളുടെ ഗൂഗിൾ പേയിലുള്ള UPI ID കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് കണക്ക് നിങ്ങളുടെ UPI ID ഗൂഗിൾ പേയുടെ പ്രൊഫൈലിൽ പോവുകയാണെങ്കിൽ കിട്ടുന്നതായിരിക്കും. ആ ഒരു UPI ID നിങ്ങൾ കൊണ്ടുവന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഇത് കണക്ക് പ്രൊഫൈൽ ഐക്കണിൽ ഒന്നുകൂടെ കേൾക്കുക. നിങ്ങളുടെ QR കോഡിൻ്റെ അടിയിലായിരിക്കും ഈ ഒരു UPI ID കാണാൻ സാധിക്കുക. ജസ്റ്റ് അവിടെ നിന്ന് പോയിട്ട് അതൊന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് തിരിച്ച് ആ ഒരു സ്പോട്ടിഫൈയുടെ വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഈ UPI ID പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ജസ്റ്റ് ആ കംപ്ലീറ്റ് പർച്ചേസ് ഒന്ന് ഞെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ആയിരിക്കും ലോഡാവുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഗൂഗിൾ പേയിലോട്ട് തിരിച്ചു പോവുക. തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഓട്ടോ പേ റിക്വസ്റ്റ് വന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഓട്ടോ പേ റിക്വസ്റ്റ് ഒന്ന് അപ്രൂവ് ചെയ്ത് കൊടുക്കുക. അപ്രൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ ലൊക്കേഷൻ ഓണാക്കാൻ കാണിക്കുക. അത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇഷ്ടമുള്ള രീതിയിൽ. അതിനുശേഷം നിങ്ങളുടെ UPI പിൻ ഒന്ന് അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നിങ്ങൾ UPI പിൻ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കണക്ക് അപ്രൂവ് ആവുന്ന കാണാൻ പറ്റും. സോ ഇതുപോലെ അപ്രൂവ് ആയതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ പേ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ക്യാൻസൽ ഓട്ടോ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ആ ക്യാൻസൽ ഓട്ടോ പേ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ഓട്ടോ പേ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയുക. സോ നിങ്ങളുടെ ഈ ഓട്ടോ പേ ക്യാൻസൽ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഈ ഒരു പ്രീമിയം കഴിയുമ്പോൾ ഈ ഓട്ടോ പേ ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ അവർ റിന്യൂ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഇന്ന് 139 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ പേ ആയിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓട്ടോ പേ ക്യാൻസൽ ചെയ്തതിന് ശേഷം തിരിച്ച് ആ ഒരു വെബ്സൈറ്റിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ സ്പോട്ടിഫൈ പ്രീമിയം ആക്സസ് ആയത് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ സ്പോട്ടിഫൈ പ്രീമിയം വന്നിട്ടുണ്ട്. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്ത സെയിം ഇമെയിൽ വെച്ച് തന്നെ നമ്മുടെ സ്പോട്ടിഫൈ അക്കൗണ്ടിൽ നിന്ന് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഈ ഒരു പ്രീമിയം അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ കയ്യിൽ എത്ര നമ്പർ ഉണ്ടോ അത്രയും നമ്പേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ 2 മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മൊബൈൽ നമ്പർ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ മൊബൈൽ നമ്പർ യൂസ് ചെയ്ത് നമ്മുടെ സ്വിഗ്ഗി ഒന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഈ സെയിം പ്രോസസ്സ് ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ UPID സെയിം കൊടുക്കുകയാണെങ്കിൽ ഒരു ഇഷ്യൂ വരും. നിങ്ങൾക്ക് ആ UPID യൂസ് ചെയ്ത് പിന്നെയും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം വരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ, അങ്ങനൊരു പ്രശ്നം വരുവാണെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ബാങ്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നില്ല. താഴത്ത് ബാങ്ക് അക്കൗണ്ട്സിൻ്റെ ഓപ്ഷൻ ഞെക്കിയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ മൾട്ടിപ്പിൾ UPIDs കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന് എന്ത് പറഞ്ഞാലും 3 UPIDs കാണും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതിനകത്ത് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യാത്ത 2 UPIDs നിങ്ങൾക്ക് അവിടെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു UPID നിങ്ങൾ അവിടെ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു UPID നിങ്ങൾ നേരത്തെ പേസ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ സെയിം സ്റ്റെപ്സ് ഒന്ന് കണ്ടിന്യൂ ചെയ്യുക. സോ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എത്ര UPIDs ഉണ്ടോ നിങ്ങൾക്ക് അത്രയും സ്പോട്ടിഫൈ പ്രീമിയം എടുക്കാൻ സാധിക്കുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം ഇതുപോലത്തെ ജെന്യൂൻ ട്രിക്സ് ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസൊക്കെ മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമ്മളിപ്പോൾ റോഡ് ടു 2K ആണ്.